അർജുനന് 4 ദിവ്യായുധങ്ങൾ ഹിമാലയത്തിൽ വച്ച് ലഭിച്ചു. ഈ 4 ദിവ്യായുധങ്ങളിൽ ഏറ്റവും സവിശേഷത ഉണ്ടായിരുന്നത് ശിവനിൽ നിന്ന് ലഭിച്ച പാശുപതത്തിനാണ്. പാശുപതത്തിന് 2 സിദ്ധികളാണുള്ളത്. ഒന്ന് അതിൻ്റെ സംഹാരശക്തിയാണ്. പിന്നത്തേത് അതിന് നേർവിപരീതമായ ക്രിയാശക്തിയാണ്, സർഗശക്തിയാണ്. ഇത് രണ്ടുമുണ്ട്. വരുണനിൽ നിന്ന് ലഭിച്ച പാശത്തിനോ യമനിൽ നിന്ന് ലഭിച്ച ദണ്ഡത്തിനോ കുബേരനിൽ നിന്ന് ലഭിച്ച അന്തർധാനത്തിനോ, അന്തർധാനം എന്നത് ഒരു അസ്ത്രത്തിൻ്റെ പേരാണ്, അന്തർധാനത്തിനോ സംഹാരശക്തിയല്ലാതെ സർഗശക്തിയില്ല. അപ്പോൾ പാശുപതം കയ്യിലെടുത്തിട്ട് സംഹാരമന്ത്രം അതിൻ്റെ ഉദ്ദേശ്യമായി ഹൃദയത്തിൻ്റെ ചുണ്ടുകൾ കൊണ്ട് മന്ത്രിച്ചാൽ അത് സംഹരിക്കും, ശത്രുക്കളെ സംഹരിക്കും, ലോകത്തെ തന്നെ സംഹരിക്കും. അതല്ല, മരിച്ചവർ ജീവിക്കട്ടെ എന്ന ജീവമന്ത്രം ഹൃദയത്തിൻ്റെ ചുണ്ടുകൾ കൊണ്ട് ജപിച്ചാൽ അത് സർഗശക്തിയായി മാറും, ക്രിയാശക്തിയായി മാറും, മരിച്ചവർക്ക് ജീവൻ കൊടുക്കും. ഇതൊരു ഇന്നും നമുക്ക് നവീനമെന്ന് തോന്നുന്ന ഒരു ആയുധ സങ്കല്പമാണ്. പറഞ്ഞു വരുമ്പോൾ ഇതെല്ലാം മാരകായുധങ്ങളാണ്. അതിമാരക ശക്തിയുള്ള, സംഹാര ശക്തിയുള്ള, ജീവഹനന ശക്തിയുള്ള മാരകായുധങ്ങളാണ്. സങ്കല്പം കൊണ്ട് തന്നെ ചലിപ്പിക്കാവുന്ന മാരകായുധങ്ങളാണ്. അതിന് മറ്റു വേറെ ഉപകരണങ്ങളൊന്നും വേണ്ട. അങ്ങനെ സങ്കല്പം കൊണ്ട് തന്നെ ചലിപ്പിക്കാവുന്ന മാരകായുധങ്ങളിൽ ഒന്നിന് പ്രാചീന കാലത്തു തന്നെ അതിൽ ഇങ്ങനെ ഒരു വിദ്യ സങ്കല്പിച്ച് പ്രതിഷ്ഠിക്കണമെന്ന് വ്യാസന് തോന്നി എന്നത് വ്യാസപ്രതിഭയുടെ ജീവനോടുള്ള, ഭൂമിയിൽ പലയിടത്തുമായി വ്യാപിച്ചു കാണുന്ന ജീവൻ്റെ ഏക ഖനീഭൂതമായ ആത്മാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രേമമാണ്. മാത്രമല്ല, ഒരു ആയുധത്തിൽ തന്നെ ശാന്തിയും സമാധാനവും സംഹാരവും അവ്യവസ്ഥയും സങ്കല്പിച്ച് വയ്ക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ആരാണ്? ലോകത്ത് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ ആത്മാവ് തന്നെയാണ്. അല്ല മറ്റ് ജന്തുക്കളോ ജീവികളോ ഒന്നുമല്ല, സസ്യങ്ങളോ അല്ല. മനുഷ്യൻ്റെ ആത്മാവാണ് കൊല്ലാനൊരുങ്ങുന്നതും, മനുഷ്യൻ്റെ ആത്മാവ് തന്നെ ആണ് വേറൊരാൾക്ക് ശാന്തി കൊടുക്കാനൊരുങ്ങുന്നതും വേറൊരാളെ ജീവിപ്പിക്കാനൊരുങ്ങുന്നതും ഒക്കെ. അപ്പോൾ ജീവനെ നിലനിർത്തത്തക്ക വിധത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നതും മനുഷ്യൻ്റെ ആത്മാവ് കൊണ്ട് ചിന്തിച്ചിട്ടാണ്. മനുഷ്യൻ്റെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാണ് മനുഷ്യൻ സംഹാരത്തിന് ഒരുമ്പെടുന്നതും. അതേ ആത്മാവിൻ്റെ തന്നെ പ്രേരണ അനുസരിച്ചാണ് മനുഷ്യൻ ക്രിയാത്മകമായ ശക്തി പ്രപഞ്ചത്തിൽ, ലോകത്തിൽ പ്രയോഗിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേ ആത്മാവിൻ്റെ ദ്വിമുഖമായ വിപരീത ഗുണങ്ങളുള്ള ശക്തികളാണ് എന്ന് സ്ഥാപിക്കുകയാണ് പാശുപതം എന്ന അസ്ത്രം സങ്കല്പിച്ചതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയ ലക്ഷ്യം. അപ്പോൾ മനുഷ്യന് ഏത് ലോക പുരോഗതിയിലും, ഏത് മഹത്തായ ശാസ്ത്രത്തിൻ്റെ ഔന്നത്യത്തിലും, ശാസ്ത്രം എത്ര ഉന്നതങ്ങളിലേക്ക് വ്യാപിച്ച് പോയാലും ശാസ്ത്രജ്ഞന്മാർക്ക് ആയുധം കൊണ്ട് ജീവൻ കൊടുക്കാൻ ഒക്കൂ? വെറുതെ സങ്കല്പിക്കാൻ മാത്രം സാധിക്കുന്ന ഒരു അസാധ്യ കാര്യമായി അതിന്ന് നിലനിൽക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നു. ഒരു ആയുധം പ്രയോഗിച്ചിട്ട് മരിച്ചുപോയ ആളുകൾക്ക് ജീവൻ കൊടുക്കുക എന്നത് സാധ്യമായ കാര്യമല്ല എന്ന് നാം ഇന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷേ സാധ്യമായേക്കാം. അങ്ങനെ സാധ്യമാകാൻ പറ്റുമെന്നോ, അങ്ങനെ ഒരു സങ്കല്പം പോലുമോ, അങ്ങനെ ഒരു ഭാവന പോലുമോ ഭാവിക്കാൻ പറ്റാതിരുന്ന കാലത്ത് വളരെ വിദൂരമായ ദീർഘകാഴ്ചയോടുകൂടി ഒരു ആയുധത്തിൽ ഇങ്ങനെ ഒരു പണി പറ്റിച്ച് വയ്ക്കാം
എന്ന് വ്യാസൻ സങ്കല്പിച്ചു എന്നത് അത്യത്ഭുതകരമായ ഒരു സങ്കല്പമാണ്. നമ്മുടെ വർത്തമാനകാലത്തിൽ ഈ അണുവായുധം കൊണ്ട് സാധിക്കുന്നില്ലെങ്കിലും അണുവായുധത്തിൻ്റെ പിന്നിലുള്ള അണുശക്തി കൊണ്ട് ഇത്തരം സർഗ പ്രക്രിയകൾ സാധ്യമാകുന്നില്ലേ? സാധ്യമാകും, സാധ്യമാകാം. സാധ്യമായാൽ തന്നെയും ഈ അണുശക്തി, ഇപ്പോൾ നമ്മൾ ഗ്യാസ് കൊണ്ട് തീ കത്തിക്കുന്നില്ലേ, അതുകൊണ്ട് ദോഷങ്ങളുണ്ടാകില്ല എന്ന് പറയാനൊക്കില്ല ആ ഭക്ഷണം കഴിച്ചാൽ. ഇതിനെ അതിൽ ഗവേഷണം നടത്തി അതിൻ്റെ പാർശ്വഫലങ്ങൾ കണ്ടെത്തി വരണം. കാരണം അത് നിരന്തരമായി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് വളരെ കുറച്ച് കൊല്ലങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് വരാനിരിക്കുന്ന ഒരു വിപത്താണ്. ഗ്യാസിൽ വേവിക്കുന്ന ഭക്ഷണം കഴിക്കത്തക്കതല്ല എന്ന് കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അണുശക്തിയിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുന്ന അണുശക്തിയെ സമാധാനപരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ ക്രിയാത്മക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വന്നാലും അണുശക്തി എടുത്തു പെരുമാറത്തക്ക ഒരു ശക്തിയല്ല. അതാണ് കാരണം. പിന്നെ അണുശക്തി വേർതിരിച്ച് എടുക്കുന്നതിനുള്ള ഉപകരണങ്ങളുണ്ട്, അതിൻ്റെ യന്ത്രങ്ങൾ. ആ യന്ത്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ദൂരീകരിക്കാൻ വയ്യാത്ത തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപരിഹാര്യമായ പാർശ്വഫലങ്ങളുണ്ട് ഇതിന്. അതിൽ നിന്ന് പ്ലൂട്ടോണിയം സംജാതമാകുന്നുണ്ട്. പ്ലൂട്ടോണിയം എന്ന് പറയുന്ന കൃത്രിമമായ ലോഹമുണ്ടാകുന്നു. അത് വിപത്കരമാണ്. ഇപ്പോൾ ചെർണോബിൽ, റഷ്യയിലെ ചെർണോബിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അത് പൊട്ടിത്തെറിച്ചിട്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് പരിഹാരം എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ വ്യാസൻ ഇങ്ങനെ സങ്കല്പിക്കുന്നത് ആയുധമല്ലാതെ ആവണം എന്നുള്ള നിലയിലാണ്. ആയുധങ്ങൾ ആയുധമായി പ്രയോഗിക്കരുത്. അതിനാണ് ആയുധത്തിൻ്റെ പിന്നിൽ ശാന്തിയുടെ ഒരു സന്ദേശം കൂടി ഘടിപ്പിച്ചുകൊണ്ട് ഈ പാശുപതം എന്ന അസ്ത്രത്തിന് ജീവജാലങ്ങൾക്ക് ജീവൻ കൊടുക്കാനുള്ള മൃതമായ മരിച്ചുപോയ ജീവജാലങ്ങൾക്ക് ജീവൻ കൊടുക്കാനുള്ള ജീവശക്തി, ജീവപ്രധാന ശക്തിയും കൂടി ഉണ്ട് എന്ന് സങ്കല്പിച്ചു വെച്ചത്. ആയുധം മനുഷ്യൻ എടുത്ത് പെരുമാറാവുന്നതല്ല. പക്ഷേ ആയുധത്തിൻ്റെ ആവശ്യവും വേണ്ടിവരും പലപ്പോഴും ലോക സംരക്ഷണത്തിനും ജനസംരക്ഷണത്തിനും. അതുകൊണ്ട് ആയുധത്തിൻ്റെ പാപം കളയാൻ അവിടെ എന്തു ചെയ്തു? സർഗാത്മകതയുടെ സൃഷ്ടിശക്തിയുടെ ഒരു പുണ്യം കൂടി ആ ആയുധത്തിൻ്റെ ശരീരത്തിനകത്ത് ആത്മാവായി അദ്ദേഹം പ്രതിഷ്ഠിച്ചു. അത് നല്ലൊരു ഭാവനയാണ്, അത് നല്ലൊരു സങ്കല്പമാണ്. അത് വേറെ ഒരു കവിക്കും സംസ്കൃതത്തിലും തോന്നിയിട്ടില്ല, ലോകത്തിലും തോന്നിയിട്ടില്ല. ഒരു സർഗകർത്താവിനും അങ്ങനെ ഒരു കർമ്മം ഈ ആയുധത്തിൻ്റെ പിന്നിൽ ചെയ്തു വയ്ക്കാമെന്ന് തോന്നിയിട്ടേയില്ല. അതുകൊണ്ട് അത് അത്യത്ഭുതകരമാണ്. വ്യാസൻ്റെ വല്ലാത്തൊരു സർഗശക്തിയുടെ പ്രയാണത്തിൽ അദ്ദേഹത്തിന് കണ്ടുകിട്ടിയതാണ്. ഈ സർഗശക്തിക്ക് കൂടി ആയുധം ഉതകട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം അതിനകത്ത് തൊടുവിച്ച് വെച്ച ആ ആശയരത്നം. അപ്പോൾ ആയുധത്തിൻ്റെ തിലകക്കുറിയായിട്ട് അദ്ദേഹം എന്തു വെച്ചു? സർഗശക്തി ആയുധത്തിൻ്റെ നെറ്റിക്ക് തൊട്ട മാഞ്ഞുപോകാത്ത ഒരു തിലകക്കുറിയായി, ആർക്കും മായ്ച്ചു കളയാനാവാത്ത ഒരു തിലകക്കുറിയായി നിത്യമായി തൊടുവെച്ച് വച്ചിരിക്കുന്നു വ്യാസൻ്റെ അസാധാരണമായ സർഗപ്രതിഭ. ഇപ്പം കാലൻ്റെ ദണ്ട് ഇതൊക്കെ നമ്മുടെ അസാധാരണ ശക്തിയുള്ളതാണെങ്കിലും സാധാരണ ആയുധങ്ങൾ സങ്കല്പിക്കാവുന്ന തരത്തിലുള്ള ആയുധ സങ്കല്പങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണതല്ല. പിന്നെ അന്തർധാനം എന്നുള്ളതിനും വേറെ ഒരു ഗുണമുണ്ട്. അത് കുബേരൻ കൊടുത്തതാണ്. അന്തർധാനം എന്ന് പറയുന്ന അസ്ത്രം ആരെയും കൊല്ലാതെ രക്ഷപ്പെട്ട് പോകാനുള്ളതാണ്, മറഞ്ഞളയും. ആ അസ്ത്രം പ്രയോഗിച്ചാൽ അസ്ത്രം പ്രയോഗിച്ചവൻ മറഞ്ഞു പോകും. അതുദ്ദേശിക്കണം. അതിന് സാധ്യമന്ത്രം എന്നാണ് പറയുന്നത്. സാധ്യമന്ത്രം, ഞാൻ മറഞ്ഞു പോകട്ടെ എന്നതാണ് സാധ്യമന്ത്രമായി പ്രയോഗിക്കുന്നതെങ്കിൽ ഈ അസ്ത്രം പ്രയോഗിച്ചാൽ മറഞ്ഞു പോകും. സൈന്യങ്ങൾ മറഞ്ഞു പോകട്ടെ എന്നാണ് സാധ്യമന്ത്രമായി അദ്ദേഹം ജപിക്കുന്നതെങ്കിൽ സൈന്യങ്ങൾ മറഞ്ഞു പോകും. അവർക്കും അമ്പ് ചെയ്യാൻ വയ്യാതെ വരും, അവർ സ്തംഭിച്ചു പോകും. അങ്ങനെ സ്തംഭിപ്പിച്ച് നിർത്തും. വേറെ ഒരു അസ്ത്രമുണ്ട്, സമ്മോഹനാസ്ത്രം. സമ്മോഹനാസ്ത്രം പ്രയോഗിച്ചാൽ ഉറങ്ങിപ്പോയി എല്ലാവരും. സൈന്യങ്ങളെല്ലാവരും ആ കോർക്കമ്പൽ ചുറക്കം തുടങ്ങും ഇത് അമ്പ് പ്രയോഗിച്ച് കഴിയുമ്പോൾ. അപ്പോഴും കൊല്ലുന്നില്ല, ജയിച്ചു പോവുകയും ചെയ്യാം. പക്ഷെ അവർ പിന്നീട് വർദ്ധിത വീര്യത്തോടുകൂടി കൂടുതൽ ആയുധ സജ്ജീകൃതമായി അവർ തിരിച്ചു വരും എന്നുള്ള ദോഷമുണ്ട്. എങ്കിലും തൽക്കാലത്തേക്ക് വിജയിക്കാം, ഉറക്കിക്കളയുക. അപ്പോഴും വേണമെങ്കിൽ ഈ സമ്മോഹനം പ്രയോഗിച്ച് ഉറക്കിക്കളയാവുന്നേ ഉള്ളൂ. അതാണ് സമ്മോഹനാസ്ത്രം. അതാണ് ഈ പശുക്കളെ മോഷ്ടിക്കാൻ ഭീഷ്മരുടെ നേതൃത്വത്തിൽ
ദുര്യോധനാദികൾ പോയപ്പോൾ പ്രയോഗിച്ചത് ഒന്ന് സമ്മോഹനാസ്ത്രമാണ്. ആദ്യം അർജുനൻ 2 അസ്ത്രങ്ങൾ വിട്ടിട്ട് ആ അസ്ത്രങ്ങൾ ചെന്ന് ഭീഷ്മപിതാമഹൻ്റെ പാദത്തിൽ ചെന്ന് വീഴും, മുറിവേൽപ്പിക്കാതെ. അപ്പോൾ ഭീഷ്മർ ദ്രോണരെ ഒന്ന് നോക്കും. ദ്രോണർ ഭീഷ്മരെ നമസ്കരിച്ചതാണ് കണ്ടത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ വിരാടനായ ഉത്തരൻ്റെ കൂടെ വന്നിരിക്കുന്ന സ്ത്രീയെ പോലെ ഇരിക്കുന്നയാൾ ആരാണ് എന്ന് മനസ്സിലായി. പിന്നീട് 2 അമ്പുകൾ വിടും. അത് ദ്രോണരുടെ പാദത്തിൽ പോയി നമസ്കരിക്കും ഈ 2 അമ്പുകൾ. അപ്പോൾ പിന്നെ അവർക്ക് ഉറപ്പായി ഇത് വിജയൻ തന്നെ എന്ന്. തമ്മിൽ അന്യോന്യം പറഞ്ഞില്ല. കാരണം ധാർത്തരാഷ്ട്രന്മാരും പടയാളികളും ഒക്കെ നിൽക്കുകയാണ്. അവരറിയരുത് ഈ കാലാവധി, അജ്ഞാതവാസത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പുമില്ല. പിന്നീടാണ് ഹസ്തിനപുരിയിൽ പോയി ഇരുന്ന് അത് കുത്തിക്കുറിച്ച് കണക്ക് കൂട്ടി നോക്കുന്നത് 1 വർഷം തികഞ്ഞോ എന്ന്. അപ്പോൾ ഇത് ഒരു സാധാരണ യോദ്ധാവിലോ അല്ലെങ്കിൽ വില്ലാളി വീരനിലോ ഒരു ധനുധരനിലോ കാണുന്ന പ്രത്യേകതയല്ല അങ്ങനെ നമസ്കരിക്കുക. ചിലർ ഈ നാടക സ്റ്റേജിലേക്ക് കാണുമ്പോൾ സ്റ്റേജിനെ നമസ്കരിച്ചിട്ടേ കയറുള്ളൂ. കള്ളു വയറ്റിൽ കിടക്കുന്ന അവിടെ നേരെ അങ്ങ് കയറിപ്പോവും. കള്ളു വയറ്റിലില്ലാത്തപ്പോൾ അവനും ഈ സ്റ്റേജിൽ നമസ്കരിച്ചിട്ട് അങ്ങ് പോകും. അത് ദേവതാപ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഒന്ന്, ദേവത പ്രീതിപ്പെട്ടാലും പ്രീതിപ്പെട്ടില്ലെങ്കിലും കണ്ടിരിക്കുന്നവർക്ക്, കാഴ്ചക്കാർക്ക് അത് ഇഷ്ടപ്പെടും. അതാണ് അതിൻ്റെ ഭൗതികമായ ഫലം. ഇയാളൊരു വിനയമുള്ളവനാണ്, അഹങ്കാരിയല്ല. അപ്പോൾ തന്നെ ഈ സ്റ്റേജിനെ നമസ്കരിക്കുന്നത് കാണുമ്പോൾ നൃത്തക്കാരും അങ്ങനെയാണ്. ഞാൻ കണ്ടിട്ടില്ല നമസ്കരിക്കുന്നത്, അങ്ങനെ നമസ്കരിക്കണമെന്നാണ് അതിൻ്റെ ചിട്ട വച്ചിരിക്കുന്നത്.